മറ്റുള്ളവരെ സഹായിച്ചും കൊടുത്തും ഒക്കെ നമ്മൾ മടുത്തിട്ടുണ്ടാകും അല്ലേ? അങ്ങനെ മടുത്തു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാനിങ്ങനെ സഹായിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇങ്ങനെ സഹായിക്കേണ്ടതുണ്ടോ മനുഷ്യരെ? എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ കുഞ്ഞിലേ തൊട്ട് അമ്മമാർ നമ്മളെ ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കൂളിലായാലും നമ്മൾ ഷെയർ ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ച് വളർന്നവരാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കാരെയും സഹായിക്കാനായിട്ട് തോന്നത്തില്ല അല്ലേ? അപ്പോൾ ഞാനൊരു കുഞ്ഞു കഥ പറയാം. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് ഇടണമെന്ന് അറിയിക്കുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു യാത്രക്കാരി ഒരു കാറ് ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു. വരുന്ന വഴിക്ക് അവരുടെ കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയി, എന്തോ ഒരു ഇത് പറ്റിയിട്ട് അവരുടെ കാറ് പിന്നെ നീങ്ങുന്നില്ല. അപ്പോൾ അവർ വന്ന വഴിയിൽ ആ വഴിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് വരുന്ന യാത്രക്കാരോടൊക്കെ സഹായം ചോദിച്ചു. പക്ഷെ ആരും അവർക്കൊരു സഹായം കൊടുക്കുന്നില്ല ആയിട്ട് അവർക്ക് തോന്നിയില്ല. എല്ലാവരും അവരെ കണ്ടിട്ട് മിണ്ടാതെ പോവുകയാണ് ചെയ്തത്. അവസാനം അവർക്കാകെ, കാരണം വീട്ടിലേക്ക് പോകണം, രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു, മക്കൾ കാത്തിരിക്കുന്നു. അപ്പോൾ അവരുടെ മനസ്സിങ്ങനെ ആകുലത കൊണ്ട് നിറഞ്ഞിരുന്ന സമയത്ത് ഒരു മനുഷ്യൻ വരികയാണ്. ഒരു ബൈക്ക് യാത്രികൻ വന്നു. അയാളെ കണ്ടാൽ വളരെ ഭീമാകാരനായ ഒരു മനുഷ്യനാണ്. നമ്മൾ പണ്ടൊക്കെ ഈ ബാലരമയിലൊക്കെ വായിച്ചിട്ടില്ലേ, അതുപോലെ ഒരു മനുഷ്യനാണ്. ഇയാളെ കണ്ടിട്ട് ഈ യാത്രികയ്ക്ക് ഭയങ്കര പേടിയായി. എന്നിട്ടും എങ്ങനെയെങ്കിലും വാഹനം ശരിയാക്കണമല്ലോ എന്ന് കരുതി അയാൾ വന്ന് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി അവർ ആ വാഹനത്തിനടുത്തുനിന്ന് മാറി നിൽക്കുകയും അയാളൊന്നും മിണ്ടാതെ വന്നിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു. വാഹനം കേടാണെന്ന് പറഞ്ഞു. അത് ശരിയാക്കി കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇവർ തൻ്റെ കയ്യിലിരുന്ന പൈസ എടുത്ത് ഇദ്ദേഹത്തിന് കൊടുത്തു. ഇദ്ദേഹം ഉടനെ തിരിച്ച് മറുപടിയായിട്ട് പറഞ്ഞു, ഇതെൻ്റെ സഹായമൊന്നുമല്ല. നിങ്ങളെ ആരെങ്കിലും സഹായിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായം വേണമെന്നോ തോന്നിക്കഴിഞ്ഞാൽ ഇത് അവർക്ക് നിങ്ങൾ തിരികെ കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ കടന്നുപോയി. അങ്ങനെ പോകുന്ന വഴിക്ക് അവരൊരു റെസ്റ്റോറൻറ്റിൽ കയറി തൻ്റെ മക്കൾക്ക് ഭക്ഷണം മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീക്ക് ഒരു പ്രഗ്നൻ്റായ ഒരു വുമണായിരുന്നു. അവർക്ക് അവരോട് എന്തോ ഒരു അനുകമ്പ തോന്നിയിട്ട് ഈ സ്ത്രീ അവർക്ക് തൻ്റെ കയ്യിലിരുന്ന ഈ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, പൈസ കൊടുത്തു. അപ്പം ഇവർ പൈസയാണോ എന്താ കൊടുത്തതെന്നൊന്നും ഇവർക്കറിയില്ല. അപ്പോൾ ഈ സ്ത്രീ ഇത് മേടിച്ചുകൊണ്ട് അവരുടെ വീട്ടിലോട്ട് വന്നു. അപ്പം ഇങ്ങനെ വഴിയിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് ഭർത്താവിനോട് ഇവർ പറഞ്ഞപ്പം ഇവരെന്ത് ചെയ്തു, ഈ ഗർഭിണിയായ സ്ത്രീ തൻ്റെ പൊതിയിൽ കഴിയുന്ന ആ പേഴ്സ്, അവർ കൊടുത്ത ആ ഒരു കീശ എടുത്തിട്ട് ഇയാളെ കാണിച്ചു. അപ്പോൾ അതിനകത്തൊരു ലെറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അവരെഴുതിയിരുന്നത്, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ എൻ്റെ വാഹനം ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. ആ സമയത്ത് എന്നെ സഹായിച്ചിരുന്ന ആൾ എന്നോട് പൈസ മേടിച്ചില്ല. ആ പൈസയാണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞു. ആ സമയത്ത് ഈ മനുഷ്യൻ ഭയങ്കരമായിട്ട് ചിരിച്ചു. അപ്പം ഈ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അവരാകെപ്പാടെ വിഷമത്തിലായിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഭാര്യയുടെ പ്രസവരക്ഷയ്ക്കും മറ്റുമുള്ള പൈസ അവരുടെ കയ്യിൽ ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഇവർ ഭയങ്കര ടെൻഷനിലിരിക്കുന്ന സമയത്ത് ഭർത്താവ് ചിരിച്ചപ്പം അവർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത് ഇപ്പം എന്ന് ചോദിച്ചപ്പോൾ ഈ ഭർത്താവ് പറഞ്ഞു, ആ ബൈക്ക് യാത്രികൻ ഞാൻ തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു കഥ കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചാൽ അവരിൽ കൂടിയല്ല എങ്കിൽ മറ്റുള്ളവരിൽ കൂടിയെങ്കിലും നമുക്കൊരാവശ്യം വന്നാൽ എന്തെങ്കിലും ദൈവം സഹായിക്കും. എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നവരായിട്ട് ഇരുന്നത് കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്, ചിലപ്പം നമ്മൾ കൊടുത്ത് നമ്മളെ ഊറ്റി പിഴിയുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളവർ. എങ്കിലും മടുത്തു പോകണ്ട. നമുക്കൊരാവശ്യം വന്നാൽ ചിലപ്പം നിങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക. നമുക്കൊരു 100 കൂട്ട് ആവശ്യം വരുന്ന സമയത്തൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നടന്നു പോകും. അത് നിങ്ങളുടെ മനസ്സുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ ഒരു സഹായിക്കാനുള്ള മനസ്സുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ.